എഗ് ഫ്രീസിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ഇപ്പോൾ പേഷ്യൻസ് സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് എഗ് ഫ്രീസിങ്ങിനെ കുറിച്ച് പേഷ്യൻസിന് അവർക്കുള്ള അറിവ് വളരെ കുറവാണ്. ഇപ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെന്ററിൽ പോയി തൽക്കാലത്തേക്ക് അത് ഒന്ന് ചെയ്തു വെക്കും. പക്ഷെ അങ്ങനല്ല. നിങ്ങൾ എഗ്ഗ് ഫ്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു IVF പോലെ തന്നെയാണ്. നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുക, നമ്മൾ അത് കറക്റ്റായിട്ടുള്ള ART ടെക്നിക്, ഞങ്ങളതിനെ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയും. ആ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന മീഡിയ, നിങ്ങൾ ചെയ്യുന്ന ലാബ്, എംബ്രിയോളജിസ്റ്റ്, ഇതെല്ലാം നിങ്ങളുടെ റിസൾട്ട്സിനെ ബാധിക്കും. കാരണം ഇത് ഏകദേശം ചിലപ്പോൾ 10-15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളിത് വെളിയിലെടുക്കുന്നത്. അത്രയും നാളും അത് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ലാബ് വേണം. അത്രയും നാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റ് വേണം. സോ ഓൾദോ ഇറ്റ് ഈസ് എ ഗുഡ് പ്രോസസ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡോക്ടറും സെലക്ട് ചെയ്യുന്ന ലാബും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഏകദേശം 26 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ചികിത്സ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള എബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റിയിൽ ഞങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. സോ നമ്മുടെ ആ ഒരു രീതിയിൽ ഉള്ള ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കത് കൃത്യമായിട്ട് ഏത് രീതിയിൽ വേണം, ഏതാണ് അതിൻ്റെ മീഡിയ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അത് വളരെയധികം നമുക്ക് പേഷ്യൻസിന് അവർ ചെയ്യുന്ന മെത്തേഡിനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. സോ അതൊരു സോഷ്യൽ എഗ് ഫ്രീസിങ്, ഇറ്റ് ഈസ് ഗുഡ്. So the very important factor is how you select a center, how is the process being done. പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ IVF പോലെ തന്നെയാണ്. നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നു, ഇഞ്ചെക്ഷൻസ് എടുത്ത് എഗ്ഗ് ഫ്രീസ് ചെയ്യുവാണോ എംബ്രിയോ ആണോ ഫ്രീസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ എഗ്ഗ് ആണ് ഫ്രീസ് ചെയ്യുന്നത്. കല്യാണം കഴിച്ചവരോട് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ എംബ്രിയോ ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ അവർ തൽക്കാലത്തേക്ക് അവർക്ക് കുട്ടികൾ വേണ്ട അവർ കുറച്ച് നാളത്തേക്ക് വിവാഹം മാറ്റി വെക്കുകയാണ്, ജോലിയുടെ ഭാഗമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അവർ എഗ്ഗ് ഫ്രീസ് ചെയ്യുമ്പോൾ അവർ IVF പോലെ നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കണം. 10 ദിവസത്തോളം ഇഞ്ചെക്ഷൻസ് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ എഗ്ഗ് വെളിയിലെടുക്കും. അതിനെ നമ്മൾ ആസ്പിറേഷൻ എന്ന് നമ്മൾ പറയും. ചെറിയൊരു മയക്കത്തിൽ നമ്മൾ എഗ്ഗ് വെളിയിലെടുക്കും. ആ എഗ്ഗിനെ നമ്മൾ എംബ്രിയോളജി ലാബിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇഞ്ചെക്ഷൻസ് 3 മെത്തേഡേ ഉള്ളൂ, 3 കാര്യങ്ങളേ ഉള്ളൂ. 1 ഇഞ്ചെക്ഷൻസ്, 2 എഗ്ഗ് വെളിയിലെടുക്കുന്ന പ്രോസസ്സ്, 3 ഈ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. ഇതിന് എത്ര വർഷം വേണേലും, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നിങ്ങൾ ഇപ്പോൾ 2026 ചെയ്യുന്നത്, നിങ്ങൾക്ക് 2040 മതിയെങ്കിൽ പോലും ആ 2040 വരെയും ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി നമുക്ക് 2026 ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് 2040 കിട്ടും. സോ ഇറ്റ് ഈസ് എ വെരി ഹെൽപ്ഫുൾ പ്രോസസ്, ബട്ട് യു ഷുഡ് സെലക്ട് എ ഗുഡ് ഡോക്ടർ, ഗുഡ് സെൻറ്റർ ആൻഡ് എ ഗുഡ് ലാബ് സെറ്റപ്പ്. ഇത് 3 നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എഗ് ഫ്രീസിങ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ യു.